സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യാം? അത് വർക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ വർക്ക് ചെയ്തായിരുന്നു. വർക്ക് ചെയ്തിരുന്നു. ഒരാളെ ഷെയർ ചെയ്ത് കാണിച്ചു തരുമോ? ശരി. ഇപ്പൊ ഫോം സബ്മിറ്റ് ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. കേക്കാലോ അല്ലേ? കേൾക്കാം. ഹലോ, പറയൂ. കേട്ടില്ലായിരുന്നോ? ഇല്ല, കട്ടായി പോയായിരുന്നു. ഓക്കെ, ഞാനിവിടെ ഗെറ്റ് ബൈ റോള്, ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ, ഗെറ്റ് ബൈ ലേബൽ, ഗെറ്റ് ബൈ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗെറ്റ് ബൈ ടെക്സ്റ്റ് ബട്ടണിലാണ് യൂസ് ചെയ്തത്. പ്ലേസ് ഹോൾഡർ ആണ് അതിൽ കൂടുതൽ യൂസ് ചെയ്യാനുള്ളത്. റോള് മറ്റേ ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ്. ബാക്കി രണ്ടുപേരും ചെയ്തോ? ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരുമോ? ഓക്കെ. റൺ ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, വർക്കായില്ലേ? ഇനി ശ്രീജയ്ക്ക് കിട്ടിയോ? ശരി. ഓക്കെ, വർക്കായി. ഇനി നമുക്ക് ഗെറ്റ് ബൈ ടെസ്റ്റ്, ഗെറ്റ് ബൈ റോള്, പ്ലേസ് ഹോൾഡർ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്താ ചെയ്യാനുള്ളത്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടില്ല, നമ്മൾ എറർ മെസ്സേജ് ഫെച്ച് ചെയ്യുന്ന ഒരു ചെയ്തില്ലായിരുന്നോ? എന്താണ് എറർ മെസ്സേജ് ഫെച്ച് ചെയ്യുന്ന ഒരെണ്ണം ചെയ്തില്ലായിരുന്നോ? മറ്റേ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതായിരുന്നു. അല്ല, എറർ മെസ്സേജ് ഇൻവാലിഡ് വരുമ്പോ അത് പക്ഷെ എറർ മെസ്സേജ് അവിടെ വരും, നമ്മൾ ഫെച്ച് ചെയ്ത് ജസ്റ്റ് ഈ എറർ മെസ്സേജ് ആണെന്ന് എക്സ്പെക്ട് വെച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ ആ എറർ മെസ്സേജ് കുറച്ച് സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ, ഒരു 10 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ പെട്ടെന്ന് അത് പോകത്തില്ലേ? അപ്പൊ അതെങ്ങനെ നമ്മൾ ഫെച്ച് ചെയ്യും? 10 സെക്കൻഡ് മീൻസ് നമ്മള് എനിക്ക് മനസ്സിലായില്ലേ, നമ്മൾ കോഡ്, അതായത് നമ്മള് ഇൻവാലിഡ് ആയിട്ടുള്ള ഈ എറർ മെസ്സേജ് അല്ല, ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുക.
വേറൊരു എറർ മെസ്സേജ് കുറച്ച് നേരം ജസ്റ്റ് കുറച്ച് നേരമുള്ള മെസ്സേജ്. ഓക്കെ, മെസ്സേജ് അതെങ്ങനെ ഫെച്ച് ചെയ്യുക? ഇതുപോലെ തന്നെ ഫെച്ച് ചെയ്യാൻ പറ്റുമോ? അത് പെട്ടെന്ന് നോക്കേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് പറയാം. അത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ടൈം ഫിക്സഡ് ടൈമിലുള്ള എറർ മെസ്സേജ് അല്ലേ? കുറച്ച് നേരം അത് ബ്ലോക്ക് ആയിരിക്കും, ഹൈഡ് ആയിരിക്കും. 10 സെക്കൻഡോളായിരിക്കും അത് ബ്ലോക്കിൽ കിടക്കുന്നത്. ലൊക്കേറ്റേഴ്സിനെ കണ്ടുപിടിക്കാനും കുറച്ച് പാടല്ല. ആ ആക്ച്വലി നമ്മള് സെലീനത്തിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യും, സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ആ അതായത് ഇങ്ങനെ കൊടുക്കുമ്പോ ജസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽ ആയി നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ചെയ്ത് നോക്കിയിട്ട് ഒരു ഡെമോ സൈറ്റ് എടുത്ത് അതുപോലത്തെ ഒരു സൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. അതായത് അലേർട്ട് ഹാൻഡ്ലിങ്ങില് ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്തത് ഓൾറെഡി ഉണ്ടെന്ന് ഒരു അസംഷനിലല്ലേ? അപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജിന് ഒരു ബഗ് ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ അത് ആക്ച്വലി ആ ഒരു ടെക്സ്റ്റ് ഇല്ല അവിടെ. അതായത് ടെക്സ്റ്റ് ഇല്ല മീൻസ് എന്താണ്? ആ മെസ്സേജോ? അതായത് ഒരു സെക്കൻഡ്, അതായത് ഈ ഒരു അലേർട്ട് ഈ ഒരു ഇതിനകത്ത് ബഗ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻസൽ അല്ലെങ്കിൽ ഓക്കെ ബട്ടൺ ഇല്ല. അതിനെ എങ്ങനെയാണ്? പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ഉണ്ടെന്നുള്ളൊരു അസംഷനല്ലേ കോഡ് എഴുതിയേക്കുന്നത്. ഓക്കെ ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അതായത് ആ ഒരു സാധനം, അതായത് ഇപ്പൊ നമ്മൾ അതിനെയും കൂടെ ടെസ്റ്റ് ചെയ്യാൻ, അതായത് അതെന്ന് പറയുന്നത് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു എലമെന്റ് ആണ്. അതിനെങ്ങനെയാ ടെസ്റ്റ് ചെയ്യാന്നല്ലേ? അതായത് ഇവിടെ അതിനകത്ത് ടെക്സ്റ്റ് ഉണ്ടോ, ക്യാൻസൽ ബട്ടൺ ഉണ്ടോ, ഓക്കെ ബട്ടൺ ഉണ്ടോ, ഇത്രയല്ലേ ചെക്ക് ചെയ്യേണ്ടത്? അതായത് ട്രിഗർ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ ഇവന്റ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പം അതായത് ഇവന്റിനകത്ത് എന്തെങ്കിലും ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിഗർ ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഓക്കെ, നമുക്ക് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വേറൊരു സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ഏകദേശം ഇത്രയൊക്കെ ഉള്ളത്. ഇനി നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ പേജ് ഡോട്ട് ലൊക്കേറ്റർ യൂസ് ചെയ്യണോ, സ്പെഷ്യൽ ലൊക്കേറ്റർ യൂസ് ചെയ്യണം, ഏതാണോ കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ലൊക്കേറ്റർ സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഡെമോ സൈറ്റ് എടുത്തിടാം. അതിനകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. അതേഴ്സ് എടുത്തേടാ, അതേഴ്സ്. ഓക്കെ, ഡ്രാഗ് നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, ലിസ്റ്റ് ഡേറ്റ് പിക്കേഴ്സ് എടുത്തേടാ. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ഒരു ഡേറ്റ് പിക്കർ കണ്ടില്ലേ? അതായത് ഡേറ്റ് പിക്കേഴ്സ് എടുത്തു, അത് തന്നെ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാ നോക്കാം. അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത്രയും കാര്യങ്ങൾ അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഗെറ്റ് ബൈ റോള് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാം. നമ്മൾ ഗെറ്റ് ബൈ റോള് ടെസ്റ്റ് ഒക്കെ പഠിച്ചില്ലേ, അതെല്ലാം യൂസ് ചെയ്ത് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് പോകുന്ന വരെ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. അതായത് ആ ഒരു ക്ലിക്ക് ചെയ്തില്ലേ, കലണ്ടർ വരാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്തില്ലേ, അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ ജസ്റ്റ് ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് പിക്കേഴ്സ് ആടാ, ഡേറ്റ് പിക്കേഴ്സ്. ഇവിടെ നിന്നായിരുന്നു നമ്മളത് എടുത്തേ. ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഡേറ്റ് പിക്കേഴ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
ഗെറ്റ് ബൈ റോൾ യൂസ് ചെയ്യാനാണോ? ഗെറ്റ് ബൈ റോളോട്ടെ ഗെറ്റ് ബൈ റോൾ യൂസ് ചെയ്താൽ പോരെ, അത് ലിങ്ക് അല്ലേ. ഓക്കെ. ഓക്കെ. ഓക്കെ, അത്രയും വരെ ലൊക്കേറ്റ് ചെയ്താ ആ എല്ലാവരും ചെയ്തോ? ചെയ്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നതാണ്, ഒരു സെക്കൻഡ്. ജസ്റ്റ് അതിനെ ലൊക്കേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു ഇതിനെ ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, ലൊക്കേറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാം, അതിൽ നിന്നൊരു ഡേറ്റ് സെലക്ട് ചെയ്യണം. അപ്പം അതിനകത്തുനിന്ന് ഡേറ്റ് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുക? മന്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മന്ത് ടാഗ്, ആ ഒരു മന്തും ഇയറും കൂടെ ഉള്ള ഒരു ഇതില്ലേ, അത് സെലക്ട് ചെയ്യണം. പിന്നെ ഡേറ്റ് അതിൽ നിന്ന് എന്നിട്ട് എന്ത് വേണം, ഇയർ സെലക്ട് ചെയ്യണം, മന്ത് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ആവശ്യമുള്ള ഡേറ്റും മന്തും ഇയറും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഏത് ഡേറ്റ് ആണ് സെലക്ട് ചെയ്യണമെന്നുള്ളതും മന്ത് ഏതാന്നുള്ളതും ഇയർ ഏതാന്നുള്ളതും എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ഡബിൾ കോട്ട്സ് തന്നെയല്ലേ കൊടുക്കണ്ടേ? ഇത് ഡേറ്റും മന്തും ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കണ്ട, നോർമൽ നമ്പർ പോലെ കൊടുത്തേക്ക്. ഓക്കെ. മന്ത് ഡേറ്റ് ഫോർമാറ്റിലാണ്. മന്തും നമ്പർ ഫോർമാറ്റിൽ കൊടുത്താൽ മതി, നമുക്ക് അതിന് സെറ്റ് ചെയ്യാം. ഓക്കെ. 1 എന്ന് കൊടുത്താൽ മതിയല്ല, 01 എന്ന് കൊടുക്കണം. 1 എന്ന് കൊടുത്താൽ. ഓക്കെ, അപ്പം എനിക്ക് എടുക്കേണ്ടത് 2026 1 എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ 2026 പകരം നിങ്ങൾ ചിലപ്പോൾ 90s ആണ് കൊടുത്തിട്ടുണ്ടാവുക, ചിലപ്പോൾ 20s തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം, ആ ഡേറ്റ് പിക്കറിനകത്ത് എന്തുണ്ടാവും, മന്തിൻ്റെ ഒരു ഹെഡർ ഇല്ലേ, ഈ ഹെഡറിനെ ക്ലിക്ക് ചെയ്യണം. അപ്പം അതിനെന്ത് ചെയ്യുക, ആദ്യം ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യണോ നിഷ? അല്ല, അതിന് അതായത് ഇതെടുത്തിടാം, ആ കാലണ്ടർ എടുത്തിട്ട് നമുക്ക് ഏത് വേണം, ആദ്യം ഇയറും മന്തും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സെലക്ട് ചെയ്യണ്ടേ. അപ്പോഴല്ല ഒരു ബോക്സ് വരുള്ളൂ ഇയേഴ്സ് ഉള്ളത്. ഒന്ന് സെലക്ട് ചെയ്തത് അവിടെ സെലക്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ അതവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇയർ സെലക്ട് ചെയ്യണം, 2000. ഓക്കെ, ഇതിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നേക്കുന്നത് ഏതൊക്കെയാണ്, 2020 to 2029. അതായത് എത്ര ഗ്യാപ്പ് ഉണ്ട്, 1 2 3
9 ഗ്യാപ്പ് ഉണ്ട്. 9 ഇയേഴ്സ് ആണ് ഒരു ഇതിനകത്ത് വരുന്നത്. ഒറ്റ എന്താ അതിനെ പറയാ, ഒരു ബോക്സ്, അതായത് ആ ഒരു ടിക്കറ്റിനകത്ത് 9 ഇയേഴ്സ് ആണ് വരുന്നത്. അപ്പം എനിക്കിങ്ങനെ ഒന്നില്ലെങ്കിൽ പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബാക്ക്വേർഡും ഫോർവേഡും ഈ 2 ബട്ടൺസ് ആണ് എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഇയർ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പം ആദ്യം ഇത്രയും പറഞ്ഞു കൊടുക്കുക, അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഇയറും മന്തും ഉള്ള ആ ഒരു ഇതില്ലേ, ഡിസംബർ 2025 എന്ന് കണ്ടില്ലേ നമ്മൾ നേരത്തെ, അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. അത് തന്നെ, അതിനെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ എടുക്കാം? ഡേറ്റ് സ്വിച്ച്, അത് മൊത്തത്തിൽ അത് എടുത്തേടാ. എന്തായിരുന്നു ഡേറ്റ് സ്വിച്ച്? ഡേറ്റ് സ്വിച്ച് എടുത്താൽ ഡേറ്റ് പിക്കർ സ്വിച്ച്. ഓക്കെ, ഫസ്റ്റ് വെച്ചെടുത്താ മതിയോ? ഫസ്റ്റ് വെച്ചെടുത്താൽ അത് കറക്റ്റ് ആവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അത് TH എന്ന് പറഞ്ഞ എലമെന്റിനകത്തല്ലേ കിടക്കുന്നത്, TH ടാഗിനകത്തല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ TH ടാഗ് ഏതിനകത്താ കിടക്കുന്നത് നോക്കിയേ, TR. അത് THും TRും അല്ല എവിടെ കിടക്കുന്നത്? ടേബിൾ എന്ന് പറയുന്നത് അല്ലടാ, ആ ഡിബ് നോക്കാം നമുക്ക്. അതിന് മുകളിലുള്ള ഡേറ്റ് പിക്കർ ഡേയ്സ് എന്ന് പറഞ്ഞ ഡിബിനകത്ത് നിന്ന് ഇങ്ങനെ എടുക്കാം. ഡോട്ട് ഡേറ്റ് പിക്കർ ഡേയ്സ്, അതിനകത്തുനിന്ന് .th ഡേറ്റ് പിക്കർ എന്തായിരുന്നടാ, സ്വിച്ച് അല്ലേ ഉണ്ടായിരുന്ന സ്വിച്ച്. അങ്ങനെ എടുത്തു നോക്കിയേ. ഡേറ്റ് പിക്കർ ഡേയ്സ് ഡോട്ട് കൊടുക്ക, TH കൊടുക്ക, ടാഗും കൂടെ പറഞ്ഞു കൊടുക്ക. കാണിക്കുന്നുണ്ട്. ഇത് സെലക്ട് ആയിട്ടുണ്ടല്ലേ. എന്നാ ഇങ്ങനെ കൊടുത്താലും മതി. ഇപ്പൊ അത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കോഴ്സിനകത്ത് കൊടുക്കും. ഓക്കെ, ഇനി അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഇനി ഇതൊന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കി, അതിന് ക്ലിക്ക് ആവുന്നുണ്ടോ, ലൊക്കേറ്റ് ആയോ എന്ന് നോക്കാൻ. ബാക്കി രണ്ടുപേരും ചെയ്താ ലൊക്കേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നല്ല മതി. ഇവിടെ ക്ലിക്ക് ചെയ്യണ്ടായിരുന്നോ? അവിടെയോ, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാ കൊടുത്തത്? അത് ഡയറക്റ്റ് ആയിട്ട് പാസ്സാണോ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ കാലണ്ടറിന്റെ ഒരു ഇത് കണ്ടില്ലേ, ഇമേജ്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യാം. രണ്ടിനകത്ത് ക്ലിക്ക് ചെയ്താലും ആ ഇത് വരുന്നുണ്ടല്ലോ. ഇൻപുട്ട് ബോക്സ്, ഞാൻ ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്തേ, അപ്പോൾ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെ, രണ്ടും ക്ലിക്ക് ചെയ്യാം. ഇൻപുട്ട് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്താലും വരും, ആ കാലണ്ടറിന്റെ ഒരു ഇതിനകത്ത് ക്ലിക്ക് ചെയ്താലും വരും. അപ്പൊ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യാൻ കൊടുക്കണം അല്ലേ? ഇൻപുട്ട് ബോക്സ് അല്ലെങ്കിൽ കാലണ്ടർ, ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ ഏത് ക്ലിക്ക് ചെയ്താലും വരും. ഓക്കെ, ഇനി നമുക്ക് ഇതെന്താണ്, എന്താടാ ചെയ്തത്? എനിക്ക് മനസ്സിലായില്ല. അല്ലാതെ ലൊക്കേറ്റ് ചെയ്തേ ഈ കാലണ്ടർ. ഇതിനൊക്കെ
ആരിക്ക് കിട്ടിയോ? റണ്ണാണ്. അതിനെങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക കാലണ്ടറിന്? അതൊരു എന്താണ് ഞാൻ എഴുതിയേക്കണ ഇൻപുട്ട് ഗ്രൂപ്പ് ടെക്സ്റ്റ്. അത് ഏതിനകത്തുള്ളത്? മൊത്തം ആ ഡിബിനകത്ത് എടുക്കാം. ഡിബിനകത്തുനിന്ന് ക്ലാസ് സ്പാൻ അങ്ങനെ ലൊക്കേറ്റ് ചെയ്തൂടെ? ആ മൊത്തം ആ ഡിബ് ലൊക്കേറ്റ് ആയോടാ? ഇല്ല 2 രണ്ട് ഉണ്ട് തോന്നുന്നു. 2 എണ്ണം ഉണ്ടടാ. അതിന് ആ താഴെ ഒരെണ്ണം ഉണ്ടല്ലോ സെയിം. ഇത് വെച്ചിരിക്കാം അല്ലേ? ആ കലണ്ടർ കിട്ടിയാൽ മതി. കലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കലണ്ടർ കിട്ടിയാൽ മതി. റിലേറ്റീവ് CSS സെലക്ടർ എടുത്ത് നോക്കിയാണ്. ഇപ്പൊ നമ്മൾ ലൊക്കേറ്റ് ചെയ്തത് ഇൻപുട്ട് ബോക്സിന് തന്നെ അല്ലേ ലൊക്കേറ്റ് ചെയ്തത്? ആ ഇൻപുട്ട് ബോക്സിനാണ് ഫസ്റ്റ് വെച്ച് ചെയ്യണം. അപ്പോൾ ഇപ്പൊ ഇതിനെ ക്ലിക്ക് ചെയ്യാനാണോ, കാലണ്ടറിനെ ക്ലിക്ക് ചെയ്യണം എന്നാണോ പറയണേ ആ ശ്രീജ്യോതിക്ക്? ഇത് കലണ്ടർ അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ബോക്സ്. ആ ഇൻപുട്ട് ബോക്സ് ഇപ്പൊ എറർ വന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല, അതാ ഞാൻ ചോദിക്കണേ. അതായത് ടെസ്റ്റ് ഫെയിൽ ആയിരുന്നോ, നമുക്ക് കിട്ടിയില്ലേ? ആ ഫെയിലായി. അതെ ഇങ്ങനെ അതൊന്ന് കാണിച്ചാ നോക്കട്ടെ. എന്താണ് ആ ഫസ്റ്റ് ഇത് കാണിച്ചടാ? ഫസ്റ്റ് ലൈൻ എന്താ കാണിക്കുന്നത്? അത് ടൈം ഔട്ട് അല്ലേ? ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കിയ, സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയ. അതായത് അതിനെ കിട്ടുന്നില്ല എന്നാ പറയണേ. അതായത് അവിടെ ക്ലിക്ക് ചെയ്യാത്തോണ്ട് അതിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാലണ്ടറിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതിന് എടുത്തേടാ നമ്മുടെ കോഡ് എടുത്ത്. ആ കോഡല്ലേ, എറർ മെസ്സേജ് ഒന്നും കൂടെ എടുത്ത് ഫസ്റ്റ് ലൈൻ എടുത്ത് വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ. ആ ലൊക്കേറ്ററിനെ കിട്ടുന്നില്ല എന്നാ പറയണേ. അതെ, അതായത് ഇവിടെ നമ്മളിപ്പം ഇതല്ലേ എടുക്കുന്നേ, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താലല്ലേ ഇത് വരുള്ളൂ. ഇതൊരു ഐഡി ഉണ്ടല്ലോ അതിനകത്ത്, അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെയോ? ഇൻസ്പെക്ട് ചെയ്ത് നോക്കി, ഇവിടെ ഐഡി കിടപ്പുണ്ട് ഇല്ലേ? അതെടുത്താൽ ഐഡി സിംഗിൾ ഇൻപുട്ട് ഫീൽഡ്. അതെടുത്താൽ മതി. ഓക്കെ, അത് 3 ഇല്ലേ? എടാ അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്തു. ഈ ഒരു ഇത് നമ്മുടെ കോഡ് എടുത്തേടാ. ഇതിപ്പോ ഡേറ്റ് പിക്കർ ഡേയ്സിനകത്ത് നിന്ന് ഡേറ്റ് പിക്കർ സ്വിച്ച്. ഈ ഡേറ്റ് പിക്കർ സ്വിച്ച് ഏതിനകത്താ കിടക്കുന്നതെന്ന് നോക്കിയാ, നമ്മുടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാ, ഇൻസ്പെക്ട് ചെയ്തേടാ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TH ടാഗും കൂടെ ഒന്ന് കൊടുത്തേ. അത് TR-നകത്ത് TH-നകത്താ. അപ്പൊ TH ഫ്രണ്ടില് .TH കൊടുത്തേക്ക്. .TH ഡോട്ട് വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, .TH എന്ന് മാത്രം കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക. അല്ല സോറി TH ഡോട്ട് ഡേറ്റ് പിക്കേഴ്സ്, ഫ്രണ്ടിലത്തെ ഡോട്ട് വേണ്ട. TH ഡോട്ട് ഡേറ്റ് പിക്കർ സ്വിച്ച്. അങ്ങനെ ഒന്ന് കൊടുക്കുവോ? ഇപ്പൊ കൊടുത്ത സെയിം സാധനം തന്നെ TH ഡോട്ട് ഡേറ്റ്. ഇപ്പൊ അതിനെ ലൊക്കേറ്റ് ആയില്ലേ? 5 എണ്ണം ലൊക്കേറ്റ് ആയോ? ഓക്കെ. എന്നിട്ട് നമ്മുടെ ഡിബ് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ കറക്റ്റ് ആവും. അതായത് ഇത് ഇനി ഏത് ഡിബിനകത്തുള്ളത്? ഈ TH ഡേറ്റ് പിക്കർ സ്വിച്ച് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത് ഏതിനകത്താ? എടുത്തേടാ. ഡേറ്റ് പിക്കർ സ്വിച്ച് എന്ന് പറയുന്ന ഡിബ് ഇതിനകത്തുണ്ട്. ഐഡി എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുത്തേടാ. ഡേറ്റ് പിക്കർ നേരത്തെ നമ്മളൊരു ഡിബ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കോഡ് വന്ന് കോഡിലേക്ക് വന്ന്
ഡേറ്റ് പിക്കർ സ്വിച്ച്. ഡേറ്റ് പിക്കർ സ്വിച്ച്, ഡേറ്റ് പിക്കർ ഡേയ്സ്, ഡേറ്റ് പിക്കർ അതിന് മുകളിലുള്ള ഡിവ് ഉണ്ടോ, ഡേറ്റ് പിക്കർ ഡേയ്സ്. ഡേറ്റ് പിക്കർ ഡേയ്സിനകത്തുനിന്ന് TH അങ്ങനെ കൊടുത്തു നോക്കിയാൽ ഡേറ്റ് പിക്കർ ഡേയ്സ് സ്പേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് TH ഡോട്ട് അവിടെ തന്നെ ഡോട്ട് ബേസ് കൊടുക്കുക, അതിനുശേഷം പാരലിന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്തുള്ള ഡിബിനെയും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ലേ TH ഡോട്ട് കൊടുത്തേക്ക്, TH കഴിഞ്ഞിട്ടൊരു ഡോട്ട്. അത് ലൊക്കേറ്റ് ആവണുണ്ടോ? ഇല്ല. ഇത് ആർക്കും കിട്ടിയില്ല, ഇതിനെ ആർക്കും ക്ലിക്ക് ആയില്ല. ഞാൻ ID കൊടുത്തപ്പോൾ ഇത് റണ്ണായി, എങ്ങനെയാണോ അതൊന്ന് കാണിച്ചേടാ നോക്കട്ടെ, അന്ന് നോക്കട്ടെ. എനിക്ക് അതാണ് ID ആക്ച്വലി ഒരു എലമെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാ ഡയറക്റ്റ് ആയിട്ട് ID കൊടുത്തുവിടണം നമുക്ക്. ഇങ്ങനെ കൊടുക്കുക, ക്ലാസ് കൊടുക്കുന്നതിന് പകരം #ID കൊടുത്തൂടെ? അപ്പൊ ID കൊടുത്തൂടെ ഇതിന്? അത് എന്തുകൊണ്ടാണ്? എനിക്കൊന്ന് ഫസ്റ്റ് വൺ ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അത് എടുക്കുന്നത്. ഇപ്പൊ 3 എണ്ണം നമ്മളിപ്പം നേരത്തെ ശ്രീജോതി നോക്കിയപ്പോ അത് 3 എണ്ണം കാണിക്കുന്നുണ്ടായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു ID കണ്ടോ? 3 ID ഉണ്ട്. പക്ഷെ അത് ഫസ്റ്റ് വണ്ണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അല്ല, ചിലപ്പോൾ ഹാഷ് ആയിട്ട് കൊടുത്തൂടെ? അങ്ങനെ കൊടുത്തത് നോക്കട്ടെ, 2 എണ്ണം കാണിക്കുക. ഇപ്പൊ 2 എണ്ണം കൊടുത്തു. ആ 2 എണ്ണം സെലക്ട് ആവുന്നുണ്ടാവും. ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കിയടാ. റൺ ചെയ്ത് ഡീബഗ് ചെയ്ത് നോക്കോ, ഡീബഗ് മോഡിൽ റൺ ചെയ്ത് നോക്കോ. ഒരു മിനിറ്റ്. അല്ല, ഇതിനകത്ത് ഇതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഡേറ്റ് പിക്കർ ഡേയ്സിനകത്ത് പിന്നെ എടുത്ത് അതാ പറ്റിയത്. അല്ലെങ്കിൽ ഇത് 2 എണ്ണം വന്നേനെ. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ ശ്രീജോതി ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അതിനകത്തുനിന്ന് എന്ത് ചെയ്യാ, ആ ഒരു ID മാത്രം പറഞ്ഞു കൊടുക്കുക. കോഡ് കാണിച്ച് സിംഗിൾ ഇൻപുട്ട് ഫീൽഡിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഇതിനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് 2 തവണ അല്ലേ ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്കിത്? അതിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യണം. ഏതാ, ഡിസംബർ 2025 എന്നുള്ള ആ ഒരു ഇതിനെ ക്ലിക്ക് ചെയ്യണം. അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അത് വന്നോ? അതിനെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തായിരുന്നോടാ? അതിനെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതല്ലേ? അത് തന്നെ. അതിനെന്ത് ചെയ്യുക, ഡേറ്റ് പിക്കർ മന്ത്, നെക്സ്റ്റ് ലൈനിലായിട്ട് അവൈറ്റ് ഡേറ്റ് പിക്കർ മന്ത്. ഞാൻ ശ്രീജ്യോതിക്ക് കിട്ടിയില്ലേ അത്? കിട്ടി, ഇപ്പൊ കിട്ടി. ഡോട്ട് ക്ലിക്ക് കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് ക്ലിക്കായി. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനകത്തുനിന്ന് നമ്മുടെ ഇയർ സെലക്ട് ചെയ്യണം. ഇയർ സെലക്ട് ചെയ്യണം. പിന്നെ എന്ത് സെലക്ട് ചെയ്യണം, മന്തും കൂടെ സെലക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എന്ത് പറഞ്ഞു കൊടുക്കാം, ഡേറ്റ് ഇയർ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇയറിൻ്റെ ആ ഒരു ഇത് കണ്ടില്ല, അത് തന്നെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. ഈ ക്ലാസ് അതിന് മാത്രം അത് എങ്ങനെയായിരുന്നു ലൊക്കേറ്റ് സിംഗിൾ ഇൻപുട്ട്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ആ ID-നെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് അല്ല, 2 തവണ നമ്മൾ ക്ലിക്ക് ചെയ്യണ്ടേ?
ഇതിപ്പം ഇത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് അപ്പം 2025 എന്ന് വരും. പിന്നെ ഒരു തവണ ക്ലിക്ക് ചെയ്താലേ ഇത് ആ വരത്തുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യണം. ആദ്യം അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ 2025 എന്നുള്ളതിനെ ലൊക്കേറ്റ് അതെ ചെയ്യണം. അതെ അതെ. അതിന് ലൊക്കേറ്റ് ചെയ്ത് സ്വിച്ച് അല്ലേ. അതിലിങ്ങനെ ഡേറ്റ് പിക്കർ ഡേറ്റ് പിക്കർ സ്വിച്ച് ആണ് വേണ്ടത്. നമ്മൾ നേരത്തെ ലൊക്കേറ്റ് ചെയ്ത പോലെ തന്നെ ലൊക്കേറ്റ് ചെയ്യാം. രണ്ടെണ്ണമായിട്ട് അതിന്റെ മെയിൻ ഡിപ്പ് എടുത്തിടാം. ഡേറ്റ് പിക്കർ സ്വിച്ച് അല്ലേ അത്? അപ്പൊ അതിന്റെ നെയിം ഇത് ഡേറ്റ് പിക്കർ ഡേയ്സ് തന്നെയാണ്. അത് നേരത്തെ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഇത് അത് മാറ്റുമ്പോ പോകുന്നുണ്ട്. ഞാൻ കേഴ്സർ മാറ്റുമ്പോ അതൊന്നും പോകുന്നുണ്ട്. അയ്യോടാ, ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കട്ടെ. ആ അതൊന്ന് ചാറ്റിനകത്ത് ഇട്ടിടാം. നമ്മുടെ സൈറ്റിന്റെ ലിങ്ക് ഒന്ന് ചാറ്റിനകത്തിട്ട്. കേട്ടുണ്ട്. ആ ഓക്കെ. സ്റ്റിക്കറാണ് അത്. അതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇൻസ്പെക്ട്. രണ്ടാമത്തെയാണ്. എന്നിട്ട് ഡേറ്റ് പിക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കട്ടെ. ആ 10th of 2 എന്ന് നമ്മൾ കൊടുക്കണം തോന്നല്ലേ. ഓക്കെ, എനിക്ക് ഇതിനല്ലേ ക്ലിക്ക് ചെയ്യണ്ടേ? ഈ ഡേറ്റ് പിക്കർ ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് 2025 ക്ലിക്ക് ചെയ്യണം. 2025 എന്ന് പറയുന്നത് എവിടെയായിരുന്നു? പോയോ? നേരത്തെ വന്നതായിരുന്നല്ലോ. അതിലെ രണ്ടാമത്തെയാണ് തോന്നുന്നു. ഡേറ്റ് പിക്കറിന്റെ തന്നെ രണ്ടാമത്തെ എലമെന്റ്. ഡേറ്റ് പിക്കർ സ്വിച്ച് ഇതാണ്. അത് ഡേറ്റ് പിക്കർ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ് പിക്കർ സ്വിച്ച് ഇതിനകത്ത് അടക്കുന്ന ഒരു TR-നുള്ളിലാണ്. TR-നുള്ളിൽ ടേബിൾ ഇതുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഡിബ് എടുക്കാമല്ലോ. നമ്മൾ നേരത്തെ ഡേറ്റ് പിക്കർ ഡേയ്സിനകത്തുനിന്ന് ഡേറ്റ് പിക്കർ സ്വിച്ച് എടുത്തു അല്ലേ? ഡേറ്റ് പിക്കർ ഡേയ്സിനകത്തുനിന്ന് സ്വിച്ച് എടുത്ത പോലെ അതിനകത്തുനിന്ന് ടേബിൾ എടുത്തു. ടേബിളിൻ്റെ അകത്തുനിന്ന് TH എടുത്തു. THൻ്റെ ഉള്ളിൽ TR ഓരോ എവിടെ എടുത്തു നമ്മൾ ഡേറ്റ് പിക്കർ സ്വിച്ച് ഇങ്ങനെയല്ലേ എടുത്തേ? സെയിം അതുപോലെ തന്നെ ഇതും എടുത്തൂടെ? ഡേറ്റ് പിക്കർ മന്ത് മൊത്തത്തിലുള്ള ഈ മന്തിൻ്റെ അകത്തുനിന്ന് ഡേറ്റ് പിക്കർ സ്വിച്ചിന് എടുത്തൂടെ? നേരത്തെ എടുത്ത സെയിം വേയിൽ തന്നെ. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്ക്. കിട്ടുന്നുണ്ടോ നോക്ക്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. എനിക്ക് ഇതിനെയാണ് വേണ്ടത്. ഡേറ്റ് പിക്കർ സ്വിച്ച്. ഈ ഡേറ്റ് പിക്കർ സ്വിച്ച് കിടക്കുന്നത് ഡേറ്റ് പിക്കർ മന്ത് എന്ന് പറഞ്ഞ മെയിൻ ഡിബിനകത്താണ്. ഇതാണ് ആ ഡിബ്. അല്ലെങ്കിൽ പിന്നെ ഇതിന് ID ഒക്കെ ഉണ്ടല്ലോ, അല്ല ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഡേറ്റ് പിക്കർ മന്ത് ഡോട്ട് ഡേറ്റ് പിക്കർ മന്ത് TH നേരത്തെ എടുത്ത പോലെ സെയിം പോലെ തന്നെ TH എന്ത് ചെയ്യുക? ഡേറ്റ് പിക്കർ സ്വിച്ച്. ഈ രീതിയിലൊന്ന് എടുത്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. നോക്കാം.
ലൊക്കേറ്റ് ആയോ എന്നൊന്ന് പറയണേ. പിന്നെ ഒരാൾ സ്ക്രീൻ ലൊക്കേറ്റ് ആയ നിമിഷം ലൊക്കേറ്റ് ആയോ? ആയി. ഓക്കെ, ഇനി അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം ബാക്കി എന്തായാലും. അത്രയും വരെ ലൊക്കേറ്റ് ആയി. ഇനി എന്താ ചെയ്യണ്ടേ? അതിനെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ഇയർ സെലക്ട് ചെയ്യണം. ഇപ്പൊ ആര് ഏത് ഇയറാ കൊടുത്തേക്കുന്നത്? 11 ഇയർ ഏതാ കൊടുത്തേക്കുന്നത്? 2025. 2025 എന്ന് പറയുന്നത് ഇപ്പൊ കറക്റ്റ് ഉള്ള സെലക്ട്, അതായത് പ്രീവിയസോ ബാക്കോ ഫോർവേഡോ ഒന്നും അടിക്കണ്ട. പക്ഷെ ഇങ്ങനെ ചെക്ക് ചെയ്യണം, എനിക്കിത് ബാക്ക് അടിക്കണോ, അത് പ്രീവിയസ് ബട്ടൺ അടിക്കണോ, ബാക്ക് ബട്ടൺ അടിക്കണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, വേണ്ടേ? ചില കേസസിലാണെങ്കിൽ പ്രീവിയസ് ബട്ടൺ അടിക്കേണ്ടി വരും, ചില കേസസിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, ബാക്ക് അടിക്കണം. ചിലതിലാണെങ്കിൽ സെയിം അത് തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെനിക്ക് ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഏത് ഇയറിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് എൻ്റെ കറണ്ട് ഡിക്കേഡ് ഏത് വർഷമാണ് അതിനകത്ത് എഴുതി കാണിക്കണേന്ന് എനിക്ക് കാണണം. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് എടുത്താൽ പോരെ നമുക്ക്? അപ്പൊ അതെങ്ങനെ എടുക്കാം? സെയിം ഇതേപോലെ തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ടെക്സ്റ്റ് കിട്ടില്ലേ? ഈ സെയിം ലൊക്കേറ്റർ തന്നെ അതിന്റെ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് കണ്ടന്റ് ഇയറിന്റെ വേറെയാണ് ലൊക്കേറ്റർ ചേഞ്ച് ഉണ്ടാവില്ലേ? ഇത് ഡേറ്റ് പിക്കർ മന്ത് ആണ്. എനിക്ക് ഇയറിന്റെ എന്ത് വേണം? ഇയറിന്റെ വേണം. സെയിം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഡേറ്റ് പിക്കർ ഇയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഡേറ്റ് പിക്കർ ഇയറിനകത്ത് നോക്കിയടാ, ഡേറ്റ് പിക്കർ ഇയർ, അതായത് അവിടെ അല്ല, മുകളിൽ ക്ലിക്ക് ചെയ്തടാ, മുകളിൽ. ഓക്കെ, ഡേറ്റ് പിക്കർ ഇയറിനകത്ത് നേരത്തെ സെയിം പോലെ തന്നെയാണ്. ഡിപ്പ് മെയിൻ ഡിപ്പ് ഡേറ്റ് പിക്കർ ഇയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ എന്താണ് ഡേറ്റ് പിക്കർ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് 2022 29 എന്ന് പറഞ്ഞത് വാല്യൂ കിടക്കുന്നുണ്ട്, കണ്ടോ? ഇൻസ്പെക്ടറിലെ അതേപോലെ അതിനെ ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ടെക്സ്റ്റ് എന്ത് ചെയ്തെടുക്കാം, ടെക്സ്റ്റ് കണ്ടന്റ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ ലൊക്കേറ്റ് ചെയ്തില്ലേ? അത് മന്ത്, മന്തിന്റെ കാര്യത്തിൽ. ഇതിനിപ്പോ എനിക്ക് ഏത് ഇയർ, ഇപ്പൊ നമ്മള് 2025 നിക്കണേ. നേരത്തെ ആര്യ പറഞ്ഞില്ലേ അതിനൊരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യണമെന്ന്. അപ്പൊ അതിനൊരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം. ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റ് എന്ത് ചെയ്തെടുക്കാം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, ഫെച്ച് ചെയ്തെടുക്കാം. അതിപ്പോ ഏത് ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നുള്ളത് മാത്രം എന്ത് ചെയ്തെടുക്കാം, ഫെച്ച് ചെയ്തെടുക്കാം. ഇയർ അല്ലേ നമുക്ക് വേണ്ടത്? കൊടുക്കണ്ട. ഇനി അതൊന്ന് കൺസോൾ ചെയ്ത് നോക്കിയേ. കൺസോളിൽ അത് ഏത് ഇയർ ആണ് ജസ്റ്റ് നോക്കിയാണ്. ടെക്സ്റ്റ് കണ്ടന്റിന്റെ ഫ്രണ്ടിൽ ഒരു അവൈറ്റ് ഇടുവോ? 60th അവിടെ തന്നെ. നോക്കട്ടെടാ.
ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതല്ലേ, അപ്പൊ നമ്മൾ ആ കോൺസ്റ്റന്റ് വാല്യൂ ഒന്ന് എടുത്താ പോരെ. ഞാനും ചോദിച്ചത് ഡൗട്ട് അത്. അല്ലടാ, ഇതിപ്പോ മന്തിന്റെ തന്നെയാണല്ലോ എടുത്തത്. മന്തിന്റെ അല്ല എടുക്കാൻ ഞാൻ പറഞ്ഞേ, ഇയർ അല്ലേ വന്ന പക്ഷേ ഇയർ. അപ്പൊ ഡേറ്റ് പിക്കർ മന്തിന്റെ അകത്തുനിന്നല്ല എടുക്കണ്ടേ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരത്തെ ലൊക്കേറ്റ് ചെയ്ത് ഞാൻ ആദ്യം എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡേറ്റ് പിക്കർ മന്ത് പോലെ തന്നെ ഡേറ്റ് പിക്കർ ഇയറും കണ്ടായിരുന്നു. അതൊന്നും എടുത്ത് ലൊക്കേറ്റ് ചെയ്ത്, അതായത് ഇൻസ്പെക്ട് ചെയ്തേടാ, എന്നത് ശ്രദ്ധിച്ചില്ല. ഇൻസ്പെക്ട് ചെയ്തിട്ട് ഏത് ചെയ്യണം, ജസ്റ്റ് ആ 2025 ആയിരുന്നു ആദ്യം. അതിപ്പോ നമ്മൾ സെലക്ട് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആ കിട്ടിയേക്കുന്നത്, ഇതല്ല. ജസ്റ്റ് ആദ്യം തൊട്ടൊന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വന്ന്, ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തു, ഡിസംബർ അതിന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിനെ ഇൻസ്പെക്ട് ചെയ്യണം. ഇനി ഇതിനെ ക്ലിക്ക് ചെയ്യണം. ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഡേറ്റ് പിക്കർ സ്വിച്ച് എന്നാണ്. താഴെ കണ്ടോ ഡേറ്റ് പിക്കർ സ്വിച്ച്. ഒരു കാര്യം ഒന്നും കൂടെ ഷെയർ ചെയ്ത് കാണിച്ചിട്ട് ആ സ്ക്രീൻ. അല്ല, അതുവരെ നമ്മൾ ചെയ്തല്ലോ. അല്ല, അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഏതിനാണ് നിങ്ങൾക്ക് ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനെ ലൊക്കേറ്റ് ചെയ്തു, ഇതിനെ ലൊക്കേറ്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഇതിനെയാ. ഇതിങ്ങനെയാ വേണ്ടത് 2000. ഇതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. ഇതുവരെ നമ്മൾ ചെയ്തു. ഇതിനെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇത് എവിടെ കിടക്കുന്നത്, മന്തിന്റെ അകത്താ കിടക്കുന്നത്. പക്ഷെ ഇനി ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെടുക്കണം, എനിക്ക് ഇൻസ്പെക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, ഈ ഡേറ്റ് പിക്കേഴ്സ് ഈ നോക്കട്ടെ കേട്ടോ. ഇയേഴ്സിന്റെ അകത്തുനിന്ന് ടേബിളിന്റെ അകത്തുനിന്ന് ഇതിനാ ഞാൻ പറയണേ. ഇപ്പൊ ലൊക്കേറ്റ് ആയേക്കുന്നുണ്ടോ ഈ ഒരു ഇത്, അതായത് 2020 to 2029 ഇത് മൊത്തം കിട്ടണം. ഇപ്പൊ നമുക്ക് നേരത്തെ കിട്ടിക്കുന്നത് 2025 മാത്രം, ഒരു വർഷം മാത്രം കിട്ടിയേക്കുന്നത്. എനിക്ക് കിട്ടേണ്ടത് ഇപ്പൊ നിൽക്കുന്നത് ഏതിനകത്താണ്, 2020 to 29, 2 ഇയർ ഉണ്ട്. ആ ഒരു ഇത് കണ്ടില്ലേ, ഇത് മൊത്തം എനിക്ക് എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്ത് കിട്ടണം. നേരത്തെ നമുക്ക് കിട്ടിയേക്കുന്നത് 2025 മാത്രം പറഞ്ഞ വാല്യൂ. പക്ഷെ എനിക്ക് അതല്ല വേണ്ട. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഡീക്കേഡ് എന്ന് പറയില്ലേ. ഇപ്പൊ കറണ്ട് നമ്മൾ ഏതിനകത്താണോ നിൽക്കുന്നത്, കറണ്ട് ഇയർ, കറണ്ട് ഡീക്കേഡ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ലൊക്കേറ്റ് ചെയ്തു. ഇതിനെ ലൊക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതെന്താണ്, ഡേറ്റ് പിക്കർ സ്വിച്ച് ആണ്. ഡേറ്റ് പിക്കർ സ്വിച്ച് ഓൾറെഡി ഉള്ള കാരണം നമ്മൾ എന്ത് കൊടുക്കണം, ഇതിന്റെ പാരന്റിന്റെ നെയിം കൊടുക്കണം. അപ്പൊ ഇതിന്റെ പാരന്റ് ആയിട്ട് ഡിവ് വരുന്നത് ഇതേ ഡേറ്റ് പിക്കർ ഇയേഴ്സ് ആണ്. അപ്പൊ ഡേറ്റ് പിക്കർ ഇയേഴ്സിന്റെ അകത്തുനിന്ന് എന്തെടുക്കണം, ഡേറ്റ് പിക്കർ സ്വിച്ച് എടുക്കണം. ശ്രീജ്യോതി ലൊക്കേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇയേഴ്സും സ്വിച്ചും തന്നെയാണ് കാണിച്ചേ. അല്ല, ശ്രീജ്യോതി ഇല്ല, ആര്യ. അപ്പൊ ഞാൻ വിചാരിച്ചു അതാ എടുത്തത്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, എനിക്ക് ഈ ഇയേഴ്സിന്റെ അകത്തുനിന്ന് സ്വിച്ചിന് എടുക്കണം. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക, ഈ ഒരു വാല്യൂ കിട്ടുക. കണ്ടോ, 2020 to 29. എന്നിട്ട് ഈ 20 to 29 ആണ്. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂ ഈ റേഞ്ചിന്റെ ഉള്ളിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ റേഞ്ചിന്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് എന്ത് ചെയ്താൽ മതി, ആ വർഷം ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, ഈ റേഞ്ചിന്റെ ഉള്ളിലല്ല, ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം പ്രീവിയസ് വേണോ ബാക്ക്വേർഡ് വേണോ ഫോർവേഡ് വേണോ ക്ലിക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ. ഇത് മനസ്സിലായോ, നമുക്ക് എന്താ കിട്ടേണ്ട വാല്യൂ എന്ന്. ഇപ്പൊ 2025 പകരം എനിക്ക് ഈ മൊത്തം വാല്യൂ കിട്ടണം, 2020 to 29 ഈ ഒരു വാല്യൂ കിട്ടണം. ഒരു ഡൗട്ട്, അതായത് അവിടെ ആ സൈറ്റ് ഒന്ന് എടുക്കാവോ, കേട്ടില്ലടാ, സൈറ്റ് ഒന്ന് എടുക്കാവോ. ആ അതായത് ആദ്യം മിനിഷ് അവിടെ ക്ലിക്ക് ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യാവോ. ഓക്കെ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഡിസംബർ 25 എടുത്തു.
എന്നിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു ഇതുള്ള ഒരു ഇതിനെ ക്ലിക്ക് ചെയ്തു. ഇതുവരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതാ വേണ്ടത്, ഈ 2020-29 കറണ്ട് ഞാൻ ഏത് ഇതിലാണ് നിൽക്കുന്നത്, ഏത് റേഞ്ചിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ കറണ്ട് റേഞ്ച് എനിക്ക് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് നോക്കി. അപ്പം ഞാൻ ഇതിനെ ഓരോന്നിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിബ്. ഇതിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് അത് ബ്ലൂ കളറിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ബ്ലൂ കളർ ഇതിനെന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ഇതേ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഡേയ്സ്, മന്ത്, ഇയർ. അപ്പം ഞാൻ ഈ ഇയറിനെ എടുത്തു. എനിക്ക് ഇയറിനാണ് ആവശ്യം. എന്നിട്ട് അതിനകത്തുനിന്ന് ഈ ടേബിളിൻ്റെ അകത്തുനിന്ന് TH ഉണ്ട്. TH എടുത്തു. THനകത്ത് 2 TR ആണുള്ളത്. ആദ്യത്തെ TR ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. ഇത് മറ്റേ ടൈറ്റിൽ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അടുത്ത TR എടുത്തു. അത് സെലക്ട് ആവുന്നുണ്ട് കണ്ടോ, അതിനെടുത്തപ്പോൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഡേറ്റ് പിക്കർ സ്വിച്ച് ആണ്. അപ്പോൾ ഈ ഡേറ്റ് പിക്കർ സ്വിച്ചിനെ എനിക്ക് ഡയറക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരുപാട് ഡേറ്റ് പിക്കർ സ്വിച്ച് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് പിക്കർ ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഡേറ്റ് പിക്കർ സ്വിച്ച് എടുത്തു. എന്നിട്ട് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ഇതായിരിക്കും, 2020-29. ഇനിയിപ്പോൾ ഞാനിത് വേറെയാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത് വെച്ചാൽ എനിക്ക് അതിൻ്റെ ടെക്സ്റ്റ് കണ്ടന്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇതേതുപോലെ ഇയേഴ്സിനകത്തുനിന്ന് ടേബിള് TH കണ്ടോ, ഇപ്പോൾ അതിൻ്റെ വാല്യൂവും ചേഞ്ച് ആയി. 2030-39 വരെ ആയി അതിൻ്റെ വാല്യൂ. മനസ്സിലായി എന്താ നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കണേന്ന്? ഈ ഒരു റേഞ്ചാണ് എനിക്ക് വേണ്ട. കറണ്ട് റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ റേഞ്ച് കിട്ടിയതിന് ശേഷം വേണം എനിക്ക് ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, പ്രീവിയസ് വേണോ ബാക്ക്വേർഡ് വേണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു റേഞ്ച് ഗെറ്റ് ചെയ്തെടുത്തത്. മനസ്സിലായോ ശ്രീജ്യോതിക്ക്? ഓക്കെ, അപ്പോൾ അതൊന്ന് ലൊക്കേറ്റ് ചെയ്യോ? എന്താടാ കിട്ടിയോ? ആരോണിന് കിട്ടിയോ? ശ്രീജ്യോതിക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോടാ? പോയോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ ശ്രീജ്യോതിയുടെ? വെയിറ്റ്. നിശ്ചയ നിങ്ങൾ അതുവരെ ക്ലിക്ക് ചെയ്തില്ലേ? ക്ലിക്ക് ചെയ്ത ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേടാ. ശ്രീജ്യോതിക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. സ്ക്രീൻ ഷെയർ. ഓക്കെ, ഡേറ്റ് പിക്കർ ഇയേഴ്സിന്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാടാ. അതിനെന്താക്കിയാൽ മതി, ഡേറ്റ് പിക്കർ മന്തിനെ ഡേറ്റ് പിക്കർ ഇയർ ആക്കിയാൽ പോരെ, ഇയേഴ്സ് എന്നാക്കിയാൽ പോരെ. അതിനകത്തുനിന്ന് TH വേണ്ടേ? THനകത്തല്ലേ ഈ ഡേറ്റ് പിക്കർ സ്വിച്ച് കിടക്കുന്നത്. അപ്പൊ TH ഡോട്ട് കൊടുക്കും. ഓക്കെ, അത് ലൊക്കേറ്റ് ആയി. 1 out of 1 അല്ലേ? ഓക്കെ, ഇനി അതിനെ കോപ്പി ചെയ്തെടുക്കും. കറണ്ട് റേഞ്ച് ആയിട്ട് കൊടുത്തു.
റൺ ചെയ്തേ. ഓക്കെ, 2022-29. അതിന് മുന്നേ ഫെച്ച് ഇയർ കൊടുത്തുകൊണ്ടാണ് 2025 കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് ഈ റേഞ്ചിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇത് എന്തായിട്ടാണ് എടുത്തേക്കണത്, ഒരു സ്ട്രിങ് പോലെ എടുത്തേക്കണത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ട് എലമെന്റ് ആക്കണം. അതായത് 2020 ഒരെണ്ണം ആക്കണം, 29 വേറെ ഒരെണ്ണം ആക്കണം. അങ്ങനെ 2 എണ്ണം ആക്കണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ ഇതിപ്പോ എന്താ, കറന്റ്ലി ഇതെന്താണ്, സ്ട്രിങ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഈ സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, പാസ് ഇൻറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ പാസ് ഇൻറ്റ് മെത്തേഡ് ഇങ്ങനെയാ യൂസ് ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് ലൈനിൽ കൊടുത്തേ പാസ് ഇൻറ്റ് PARS പാസ് ഇൻറ്റ് എന്തിനാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്, അതായത് ഏതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻറ്റീജർ ആക്കി മാറ്റേണ്ടത്. ഏതിനാ, കറണ്ട് റേഞ്ചിനെ അല്ലേ. കറണ്ട് റേഞ്ച് എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് ഇൻറ്റീജർ ആക്കി മാറ്റേണ്ടത്. ഓക്കെ, കറണ്ട് റേഞ്ചിന് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, പാസിൻ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇനി എനിക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്. സെയിം ലൈനിൽ തന്നെ കൊടുത്തോടാം, പാസിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തോ, ഡോട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് കറണ്ട് റേഞ്ച് കഴിഞ്ഞിട്ട് ഡോട്ട് ഉള്ളിൽ തന്നെ കൊടുത്തോ. അതിന്റെ ഈ കറണ്ട് റേഞ്ചിനെ എനിക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനിപ്പോ എന്താക്കിയിട്ടുണ്ട്, നമ്പർ ആക്കിയിട്ട് എനിക്ക് അതിനെ എന്ത് വേണം, സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം. അതായത് ഇവിടുന്ന് അപ്പൊ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്തേടാ, സ്പ്ലിറ്റ് മെത്തേഡ് വർക്കാവില്ലേ, സ്പ്ലിറ്റ് വന്നില്ലേ. സ്പ്ലിറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, എവിടുന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. എവിടുന്നാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, എനിക്ക് ഇതിനെ 2 ഇയർ ആക്കി കിട്ടണമെങ്കിൽ എവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ അത് കോഡ്സിനകത്ത് ജസ്റ്റ് ഹൈഫൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഇതിന്റെ 0th വാല്യൂനെ എനിക്ക് വേണമെന്ന് പറയാം. 0th വാല്യൂ എടുക്കണം എന്ന് പറയാം. അതായത് 0th വാല്യൂ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ആ സെയിം ബ്രേസസിന് പുറത്ത്, യെല്ലോ ബ്രേസസിന് പുറത്ത് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇൻഡെക്സ് ഓഫ് 0, യെല്ലോ ബ്രേസസിന് പുറത്ത് ഇൻഡെക്സ് ഓഫ് 0. അപ്പൊ അതെന്ത് എനിക്ക് കിട്ടും, 0th ഇൻഡെക്സിലുള്ള എലമെന്റ് കിട്ടും. അപ്പൊ ഇത് എന്താണ്, സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് റേഞ്ച് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തേക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ഒരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുക്കുക. വേരിയബിളിലേക്ക് കോൺസ്റ്റ് സ്റ്റാർട്ടിങ് അല്ല ഇതിനകത്ത് കിട്ടുക. ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൺസോൾ ചെയ്യിപ്പിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കൺസോൾ ചെയ്യിപ്പിച്ചേടാ. എന്താ വന്നേക്കുന്നത് മിസ്റ്റേക്ക്, സ്പ്ലിറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. സ്പ്ലിറ്റ് വർക്കായില്ല. കറണ്ട് ഡീക്കേഡ് നോട്ട് സ്പ്ലിറ്റ്. ഇത് തന്നെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? സ്പ്ലിറ്റ് വർക്കായി. ഓക്കെ, അപ്പൊ നോക്കട്ടെ ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് വന്നേക്കുന്നത്. പാസിൻ്റെ മെത്തേഡ് കൊടുത്തു, പാസിൻ്റെ ഉള്ളിൽ കറണ്ട് റേഞ്ച് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് കറണ്ട് റേഞ്ച് ഡോട്ട് സ്പ്ലിറ്റ് ഒന്നും കൂടെ കൊടുത്തേടാ. അതിനകത്തുനിന്ന് വരും, ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡോട്ട് സ്പ്ലിറ്റ് വരുന്നില്ലല്ലോ. ആ ബ്രേസസ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് റേഞ്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി പുറത്തല്ല ഉള്ളിൽ തന്നെ കൊടുക്കുക. ഡോട്ട് സ്പ്ലിറ്റ് മുകളിൽ ടെസ്റ്റ് കണ്ടന്റ് എടുത്ത് ഇങ്ങനെ പാസിൻ്റെ ആക്കി. പാസിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്. കറണ്ട് റേഞ്ച് ഡോട്ട് ഒന്നും കൂടെ കൊടുത്തേടാ. കറണ്ട് റേഞ്ച് ഡോട്ട് നേരത്തെ കൊടുത്തപ്പോ സ്പ്ലിറ്റ് ഇതിനകത്ത് 0 കൊടുത്തത് സ്ക്വയർ അല്ലേ? ഞാൻ ആക്ച്വലി സ്ക്വയർ അല്ല 0 കൊടുത്തത്. അപ്പൊ എനിക്കത് വർക്കായ കോമ കൊടുത്ത
നോക്കട്ടെ ആ സ്പ്ലിറ്റ് മെത്തേഡ് എടുത്ത് അതിന്റെ ആ സ്പ്ലിറ്റിനെ ഓവർ ചെയ്ത് ആ അയ്യോ വരുന്നില്ലല്ലോ. അതിനകത്ത് വരും ഇങ്ങനെയാണ് അതിന്റെ ഇത് കൊടുക്കുക എന്നുള്ളത്, ആർഗ്യുമെന്റ്സ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ഇൻഡെക്സ് ഓഫ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, നമുക്ക് ഇങ്ങനെ കൊടുക്കാം, വർക്കാവേണ്ടതാണ്. ജസ്റ്റ് കോമ ഇട്ട് കൊടുത്തേടാ. അത് ഈ ഓഫ് സീറോ മാറ്റിട്ടാണോ? ആ ഓഫ് സീറോ മാറ്റിയിട്ട് ജസ്റ്റ് കോമ സീറോ ഇട്ട് കൊടുത്തേ. എന്നിട്ടൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇല്ല സ്പ്ലിറ്റ് പ്രശ്നം. കിട്ടിയ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേടാ, നോക്കട്ടെ. ശരി. ഒന്ന് ലൈൻ ബൈ ലൈൻ നോക്കണേ ശ്രീജ്യോതി. ഇൻഡെക്സ് ഓഫ് സീറോ കൊടുത്താലും കുഴപ്പമില്ല, കിട്ടും. നോക്കാം നമുക്ക്. ഇതിങ്ങനെ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്? കറണ്ട് കോഡ്സിലാണ് തോന്നുന്നു ഹൈഫൺ. ആ അങ്ങനെയല്ലേ കൊടുത്തേ ശ്രീജ്യോതി? എങ്ങനെ കൊടുത്തേ? കോഡ്സിൽ കൊടുത്തത് പ്രശ്നമില്ലല്ലോ. കോഡ്സോ ഡബിൾ കോഡ്സോ അത് കുഴപ്പമില്ല കേസല്ല. ഡോക്ടർ സ്പ്ലിറ്റ് എന്താ വർക്കാവാത്തത്? ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചിട്ടേ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തേ. കോൺസ്റ്റ് കറണ്ട് റേഞ്ച് ഈക്വൽ ടു പാസീവ് അവൈറ്റ് ഒക്കെ കൊടുത്തിട്ടില്ലടാ ഫ്രണ്ടില്. ടെക്സ്റ്റ് കണ്ടന്റ് ഗെറ്റ് ചെയ്യുന്നതിന് ഫ്രണ്ടിൽ അവൈറ്റ് കൊടുത്തിട്ടില്ലേ? ടെക്സ്റ്റ് കണ്ടന്റ് എടുക്കുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, ഒന്ന് ഷെയർ ചെയ്ത്. ടെക്സ്റ്റ് കണ്ടന്റ് അവിടെ കൊടുത്തിട്ടില്ല. ശരിയാ, നോക്കട്ടെ. ഓക്കെ കൊടുത്തു. ഓക്കെ പാസേജ് ഇതിങ്ങനെ ചെയ്ത് ഇതിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് കറണ്ട് റേഞ്ചിൽ നിന്ന് ടെക്സ്റ്റ് കണ്ടന്റ് എടുക്കുന്നതിന് പകരം ഒരു കാര്യം ചെയ്യാം. മൊത്തത്തിൽ ആ ഫസ്റ്റ്, അതായത് ആ ലൈനില്ലേ 16th ലൈനിൽ ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്ത് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്. ഓക്കെ മെത്തേഡാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, കറണ്ട് റേഞ്ചിന് മാത്രം പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ പോരെ. ഇപ്പം കിട്ടില്ലേ? ഓക്കെ ഇപ്പോഴല്ലേ കറണ്ട് റേഞ്ചിനകത്ത് വാല്യൂ വന്നിട്ടുള്ളൂ. ടെക്സ്റ്റ് കണ്ടന്റ് പ്രിന്റ് ചെയ്താ വെച്ചിരുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഒന്ന് ഇത് ഓക്കെ. സ്റ്റാർട്ടിങ് റേഞ്ച് കിട്ടി. സ്റ്റാർട്ടിങ് റേഞ്ച് എനിക്കിപ്പോൾ എന്ത് കിട്ടി? 2000 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടത്? സ്റ്റാർട്ടിങ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ്, നമ്മുടെ ഇയർ, നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഇയർ ഇല്ലേ, ഈ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഇയർ എന്താണ്, സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഇയറിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം അതെങ്ങനെയാ? അത് നമുക്കൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഇഫ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഫിനകത്ത് നമ്മുടെ ടാർഗറ്റ് ഇയർ, അതായത് ഇഫ് ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർട്ട് റേഞ്ച് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർട്ട് റേഞ്ചും ആവണം. പിന്നെ എവിടെ ആയിരിക്കണം? ഇയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർട്ട് റേഞ്ചും ആയിരിക്കണം. രണ്ടിൻ്റെയും ബിറ്റ്വീനിലല്ലേ വരണ്ടേ? ഗ്രേറ്റർ ദാനും ആയിരിക്കണം, ലെസ് ദാനും ആയിരിക്കണം. രണ്ട് കണ്ടീഷനും ഓക്കെ ആവണം. അങ്ങനെ രണ്ട് ഈക്വൽ ടു കൊടുക്കുന്നുണ്ട് നമ്മൾ. അല്ല, സ്റ്റാർട്ടിങ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർട്ടിങ് മതി. കാരണം എന്താ, സ്റ്റാർട്ടിങ് ഗ്രേറ്റർ ആണോ അല്ലേന്ന് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2000
ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ 2000 നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ 2026 ഗ്രേറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ ബിറ്റ്വീൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യണം ആദ്യം. ഇയർ സ്റ്റാർട്ടിങ് ഇയറിനേക്കാളും ഗ്രേറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എനിക്ക് വേറൊരു കണ്ടീഷനും കൂടെ ഒരുമിച്ച് തന്നെ ചെക്ക് ചെയ്യണം. ഏതാണ്? ലെസ് ദാൻ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും സ്റ്റാറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർട്ട് റേഞ്ച്. എന്നിട്ട് ഈ സ്റ്റാർട്ട് റേഞ്ചിന്റെ എങ്ങനെ കൊടുക്കാം? സ്റ്റാർട്ട് റേഞ്ച് ആണെന്ന് കിട്ടി. ഇതിന്റെ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് കൊടുക്കാം. അതായത് ഇതിന് രണ്ടിന്റെ ഇടയിലാണ് നമുക്ക് കിട്ടിയേക്കുന്ന വെച്ചാൽ എന്ത് ചെയ്യാം? ബ്രേക്കിന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ബ്രേക്ക് കൊടുത്താൽ മതി. ഇതിപ്പോ നോക്കട്ടെടാ. ബ്രേക്ക് എന്ന് പറയുന്നത് നോർമലി ബ്രേക്ക് അങ്ങനെ കൊടുത്താൽ മതി. എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? കാരണം സ്റ്റാർട്ട് റേഞ്ച് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 2020 അല്ലേ ഇപ്പൊ? അപ്പോ ഇപ്പൊ സപ്പോസ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ 25 ആണ് കൊടുക്കുകയെങ്കിൽ 2025 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2020 ആണെന്ന് അത് ചെക്ക് ചെയ്യാം. ഓക്കെയാണ്. ഓക്കെ, അടുത്തത് സെയിം വാല്യൂ തന്നെ പിന്നെ നമ്മൾ ലെസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നതിന് ഓക്കെ, സെയിം വാല്യൂന്റെ കൂടെ +9 ചെക്ക് ചെയ്യാം. ഓക്കെ, അത് തന്നെ ഒന്ന് എഴുതിയടാ. 20 + 9. അതായത് അപ്പൊ +9 നോക്കുമ്പോ എന്ത് കിട്ടും? നമുക്ക് എൻഡിങ് ഇയർ കിട്ടില്ലേ? എൻഡിങ് ഇയർ ഡയറക്റ്റ് എടുത്തിട്ടില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കാം. അല്ലെങ്കിൽ അതായത് ഇപ്പൊ നമ്മൾ സ്പ്ലിറ്റ് പാസിന്റെ കറണ്ട് റേഞ്ച് സ്പ്ലിറ്റ് 0th ഇൻഡെക്സ് എടുത്ത പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് ഗെറ്റ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കാം? +9 ഇട്ട് കൊടുക്കാം. അപ്പൊ ആക്ച്വലി ഇത് എന്തായിരുന്നാലും ഈ സ്റ്റേറ്റ്മെന്റ് ഒരു ഫോൾസ് അല്ലേ ആവുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം? അതിന്റെ കൂടെ +9 കൂടെ ഇട്ട് കൊടുക്കാം. ഇയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാർട്ട് റേഞ്ച് +9. അതായത് സ്റ്റാർട്ട് റേഞ്ചിന്റെ കൂടെ +9 കൂടെ. അപ്പൊ എൻഡ് റേഞ്ച് കിട്ടില്ലേ നമുക്ക്? അത് മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ സ്റ്റാർട്ട് റേഞ്ച് എടുത്ത പോലെ തന്നെ എൻഡ് റേഞ്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് 9 തമ്മിലാണ് നമ്മൾ നേരത്തെ ഡിഫറൻറ്റ് നമ്മൾ നേരത്തെ നോക്കി. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 2000 + 9. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഈ ബ്രേക്ക് എന്താണ് വന്നേക്കുന്നത്? ജസ്റ്റ് ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് കൊടുത്തേക്കണം ബ്രേക്ക്. അതായത് കേളി ബ്രേസസ് ഒന്നും വേണ്ട. ആകെ ഒരു സ്റ്റേറ്റ്മെന്റല്ലേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഇത് ജസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. എന്നാലും എറർ വരുന്നല്ലേ? ഇത് നമ്മള് നമ്മളിതൊരു ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇഫ് നമുക്ക് എവിടെ നിന്ന് ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കാം? ഇതിന്റെ ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? അതായത് ആദ്യത്തെ പ്രാവശ്യം എനിക്കിപ്പോൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ബട്ടണോ അല്ലെങ്കിൽ പാസ്റ്റ് ബട്ടണോ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിന്റെ പ്രീവിയസും ഇതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തൊട്ട് ഇത് ലൂപ്പിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? ടെക്സ്റ്റ് കണ്ടന്റ് കെറ്റ് ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് അത് എന്ത് ചെയ്യാം? ഒരു ലൂപ്പിനകത്ത് ജസ്റ്റ് ട്രൂ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തേണം. ടെക്സ്റ്റ് കണ്ടന്റ് കെറ്റ് ചെയ്തെടുക്കുന്നത് എവിടുന്നാ? അവിടുന്ന് തൊട്ട് എടുക്കാം. 15th ലൈൻ അവിടെ തന്നെ. അത് ജസ്റ്റ് 15th ലൈൻ കഴിഞ്ഞൊരു എൻ്റർ അടിച്ച് 16th അല്ല 15th. എന്നിട്ട് ജസ്റ്റ് ഒരു വൈൽ ലൂപ്പിനകത്ത് ജസ്റ്റ് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ലല്ലോ എവിടെ വരെ പോകണമെന്ന്. ജസ്റ്റ് ട്രൂ എന്ന് മാത്രം ഇട്ട് കൊടുക്കാം. അത് ഈ ട്രൂ ബ്രേക്ക് ആവണത് എപ്പോഴാണ്? നമുക്ക് കണ്ടീഷൻ കിട്ടുന്ന സമയത്താണ് ഇത് ബ്രേക്ക് ആവണത്. എന്നിട്ടൊരു ബ്രേസസ് ഇട്ട് ഓക്കെ. ഇനി ആ ബ്രേസസിനകത്ത് ഇതുവരെ മൊത്തം പറഞ്ഞു കൊടുക്കാം. എവിടം വരെ പറഞ്ഞു കൊടുക്കണം? ഓക്കെ, അതുവരെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മൾ വയലിനകത്ത് ഒരു കണ്ടീഷൻ ട്രൂ എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. ഈ ട്രൂ ബ്രേക്ക് ആവുന്നത് എപ്പോഴാണ്? നമുക്ക് ആവശ്യമുള്ള റേഞ്ച്, അതായത് ഈ റേഞ്ചിന്റെ ബിറ്റ്വീനിലുള്ള വാല്യൂ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് അത് എന്ത് ചെയ്യാം? ബ്രേക്ക് ആവാം. ഓക്കെ, ഇനി ഇത്രയും കിട്ടിയതിന് ശേഷം എനിക്ക് എന്ത് വേണം? ഇതിപ്പോ ഗ്രേറ്റർ ആണോ ലെസർ ആണോ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് വേണം?
പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പം ഇതെനിക്ക് 2026 ആണ്. അപ്പം എനിക്ക് കറക്റ്റ് ഒന്നും ക്ലിക്ക് ചെയ്യണ്ട, ഡയറക്റ്റ് എടുത്താൽ മതി. ഇതായത് എന്താ ക്ലിക്ക് ചെയ്യണ്ടേ, എടുത്തേടാ നമ്മുടെ സൈറ്റ് എടുത്ത് നോക്കട്ടെ, ഡെമോ സൈറ്റ് എടുത്തേടാ. 2026 ആണ്. 26 ആണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് അതിനകത്തുനിന്ന് 26 ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഗ്രേറ്റർ ആണെങ്കിലോ പ്രീവിയസ് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലെസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഈ കേസിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഡയറക്റ്റ് എന്ത് പറഞ്ഞു കൊടുക്കാം, 26 ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഫെച്ച് ചെയ്യണം. അതിനെ ഫെച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് എന്തിനകത്താണ് കിടക്കുന്നത്, അത് നമുക്ക് അത് ഇത് വെച്ച് കിട്ടും. ഗെറ്റ് ബൈ ടെക്സ്റ്റ് വെച്ചിടാം. അതായത് ഇത് ഫുള്ളും ടെക്സ്റ്റുകളല്ലേ. എന്നിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളൊരു ടാർഗറ്റ് ഇയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, അത് ടെക്സ്റ്റിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഗെറ്റ് ബൈ ടെക്സ്റ്റ് അതിന് പുറത്ത്, ലൂപ്പിന്റെ പുറത്തിട്ട് കൊടുക്കുക. ടെക്സ്റ്റ് വെച്ച് എടുക്കാം. അപ്പൊ നമുക്ക് അതിന് ഓരോന്നും ടെക്സ്റ്റുകളായിട്ട് എടുക്കാം. ഇതിപ്പോ ഇൻറ്റീജർ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഈ ഇൻറ്റീജറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാർഗറ്റ് ഇയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റീജർ ആയിട്ട് ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് ആക്കി മാറ്റാം. ജസ്റ്റ് കോഡ് എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോ ഇത് ഈ ഒരു ഇതിനകത്ത് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യാം, ലൂപ്പിന് പുറത്തിറങ്ങിയതിന് ശേഷം, ലൂപ്പിന് പുറത്തേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്ത് കൊടുക്കാം, ഇഫിന്റെയും ലൂപ്പിന്റെയും പുറത്തിറങ്ങും, വയലിന്റെയും പുറത്തിറങ്ങും. വയൽ ലൂപ്പിന്റെ പുറത്തിറങ്ങിയതിന് ശേഷം എന്ത് ചെയ്ത് കൊടുക്കണം, ലൊക്കേറ്റ് ചെയ്യാം അതിന്. ഇങ്ങനെ അവൈറ്റ് പേജ് ഗെറ്റ് ബൈ ടെക്സ്റ്റ്, ലൊക്കേറ്റർ വേണ്ട, ഗെറ്റ് ബൈ ടെക്സ്റ്റ് എടുക്കാം. എന്തിനാ ഗെറ്റ് ബൈ ടെക്സ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഗെറ്റ് ബൈ ടെക്സ്റ്റ്, ഇനി ഏതാ ടെക്സ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ടെക്സ്റ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാ, ഇയറിനകത്ത വാല്യൂ ഇല്ലേ, ഇയർ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇയറിന് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഇയർ ഇപ്പൊ നമ്പർ ആയിട്ടാണ് ഇരിക്കണത്, നമ്മൾ സ്ട്രിങ്ങിലൊന്നല്ലല്ലോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഇയറിനെ എനിക്ക് എന്ത് വേണം, സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് ടു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടു സ്ട്രിങ് 2006 അത് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. നോട്ട് ക്ലിക്ക്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇയർ കിട്ടും. ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയാടാ, വർക്ക് ആവുന്നുണ്ടോ. ബാക്കി രണ്ടുപേർക്കും കിട്ടിയോ ഇതുവരെ? കിട്ടിയോ? ഓക്കെ, ഇപ്പൊ ഇനി ഞാൻ ഇയർ ആണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഇതേപോലെ തന്നെ എനിക്ക് മന്ത് കിട്ടണം. മന്ത് കിട്ടണമെങ്കിൽ ഈ മന്ത്സ് എടുത്തേടാം. മന്ത്സ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് മന്ത്. ഓക്കെ, ഈ മന്ത് മൊത്തത്തിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് ബൈ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ എന്താണ്, ലൊക്കേറ്റർ യൂസ് ചെയ്യാം. നമുക്ക് ഗെറ്റ് ബൈ ലൊക്കേറ്ററിനകത്തുനിന്ന് ഈ മന്ത് എടുത്തതിന് ശേഷം ഈ മന്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ മന്ത് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ടെക്സ്റ്റ് അല്ലല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്, ടെക്സ്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്, വാല്യൂ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും ഓരോ ഇൻഡെക്സിനകത്ത് ഇതൊരു അറേ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ മൊത്തത്തിൽ ഓരോന്ന് എന്താണ്, ഓരോ എലമെന്റിനകത്ത്, ഓരോ ഇതിനകത്ത് കണ്ടോ, സ്പാനിനകത്ത് ഓരോ സ്പാനും. അപ്പൊ ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, 0th ഇൻഡെക്സ് മുതലാണ് കിടക്കുന്നത്. ഇപ്പം ശ്രീജ്യോതിക്ക് ഫസ്റ്റ് ഇൻഡെക്സ് ആണ് കിട്ടണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ end of 0 കൊടുക്കാം. പക്ഷെ അതിനും എളുപ്പം നമ്മൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് എടുത്തിടാം. ഇതിനെ ലൊക്കേറ്റ് ചെയ്ത് ആ മന്തിനെ ലൊക്കേറ്റ് ചെയ്ത് ഇതെവിടെ, മന്ത് എന്ന് പറഞ്ഞ ക്ലാസ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. സ്പാന് മന്ത്
അതിനല്ലേ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണ്ടേ. ജസ്റ്റ് അതിനെ ലൊക്കേറ്റ് ചെയ്ത് പേജ് നോട്ട് ലൊക്കേറ്റ്. അപ്പൊ ഇത്രയും എണ്ണം ഉണ്ട് നമുക്ക് അതിനകത്ത്, 11 എണ്ണം ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ആ മന്ത് ഡോട്ട് ലൊക്കേറ്റർ വെച്ച് ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതിനെ ലൊക്കേറ്റ് ചെയ്യണം? നമ്മൾ കൊടുത്ത മന്തിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ, കാരണം ഇത് 0 എന്നാണ് തുടങ്ങുക അല്ലേ. അപ്പൊ 0 1 നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള മന്താ. ജനുവരി എന്ന് പറയുന്നത് 1 കൊടുത്തേക്കുന്നത്, ഫെബ്രുവരി ആണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ 2 കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാവുമ്പോ എനിക്ക് എന്ത് കൊടുക്കണം? മന്ത് -1 കൊടുത്താൽ പോരെ. മനസ്സിലായോ? ഹലോ, എന്താ ഓക്കെ ഹലോ, ഓക്കെ കിട്ടിയോ? എന്താ ഞാൻ -1 എന്ന് കൊടുക്കാൻ പറഞ്ഞത്? മനസ്സിലായല്ലോ. നമ്മള് ഇതെടുത്തേടാ ഇൻസ്പെക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, കുറേ മന്ത് ഇല്ലേ അതിനകത്ത്. സ്പാൻ ക്ലാസ് നമ്മൾ സ്പാൻ എടുത്ത് താഴെ ഇൻസ്പെക്ട് ചെയ്തത് എടുത്ത്. ഓക്കെ, അതിനകത്ത് കുറേ മന്ത് ഉണ്ട്. ഇതെന്താ ജാനുവരി, ഫെബ്രുവരി അങ്ങനെ കിടക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്നത് ശ്രീജ്യോതിക്ക് ഫസ്റ്റ് മന്ത് വേണമെന്ന് പറഞ്ഞിട്ട് ശ്രീജ്യോതി ഡയറക്റ്റ് ആയിട്ട് 1 എന്ന് പറഞ്ഞ നമ്പറാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ഓരോ അറയായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കിടക്കുന്നുണ്ടാവുക എന്ന് വെച്ചാൽ 0th ഇൻഡെക്സ് മുതലാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പൊ എനിക്ക് 1 കിട്ടണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ഞാൻ കൊടുത്ത മന്തിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ നവംബർ ആണ് കൊടുത്തേക്കുന്നത്, 11 ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 11ന്റെ ഇൻഡെക്സ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ ഞാൻ കൊടുത്ത മന്ത് -1 അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ. അതായത് ഇതെടുത്ത് കോഡ് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതിനെ ലൊക്കേറ്റ് ചെയ്തു. ലൊക്കേറ്റ് ചെയ്ത് ഡോട്ട് മന്ത് എന്ന് കൊടുത്ത് ലൊക്കേറ്റ് ചെയ്യാതെ. ഏതായിരുന്നു മന്ത് എന്ന് പറഞ്ഞ ക്ലാസ് സിംഗിൾ കോട്സിനകത്ത് ഡോട്ട് മന്ത് കൊടുക്കാം. അത് തന്നെ, അതിനെ ലൊക്കേറ്റ് ചെയ്തു, അത് സിംഗിൾ കോട്സിനകത്ത് കൊടുക്കാം. ഇതിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മന്ത് കിട്ടും അല്ലേ. ഇനി ഇതിന്ന് നമ്മൾ nth of 1 nth of 0 എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് എത്രാമത്തെയാ വേണ്ടേ? ഡോട്ട് nth of എത്രാമത്തെയാ നമുക്ക് വേണ്ടേ? മന്ത് -1 ഓക്കെ, മന്ത് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റും കൂടെ കിട്ടണം. ജസ്റ്റ് ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഗെറ്റ് ബൈ ടെക്സ്റ്റ് നമ്മൾ ഇയർ ക്ലിക്ക് ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡേറ്റും ക്ലിക്ക് ചെയ്യേണ്ടത്. ഗെറ്റ് ബൈ ടെക്സ്റ്റ് യൂസ് ചെയ്യുക. വെയിറ്റ് പേജ് മറ്റേ ഇതുപോലെയാണ് ഡേറ്റ് ഇയർ പോലെ ഗെറ്റ് ബൈ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട്. നമുക്ക് അങ്ങനെയല്ല, ഗെറ്റ് ബൈ ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൊടുത്തേക്കുന്ന അത് എടുത്തെടുത്ത് ഗെറ്റ് ബൈ ടെക്സ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ഇയറിന് അല്ല ഡേറ്റിനെ എന്ത് കൊടുക്കുക? ഡേനെ എന്ത് ചെയ്ത് കൊടുക്കുക? ടു സ്ട്രിങ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ടു സ്ട്രിങ് ആക്കിയിട്ട് അതിനെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നോക്കിയാണ് ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്? ഗെറ്റ് ബൈ ടെക്സ്റ്റ് 1 ഇത് ഏതാണ്? അത് ഏതിൻ്റെ? 23 എലിമെന്റ്സ്. ഇത് ഏതിൻ്റെ ആണോ വന്നേക്കുന്നത്? ഡേറ്റിൻ്റെ ആണോ? അതിനകത്ത് ഒരുപാട് ഡേറ്റ് ഉണ്ടാവുമല്ലോടാ. അതായത് ഇപ്പം ഡേറ്റ് തന്നെ നമുക്കിപ്പോൾ എക്സാക്റ്റ് ട്രൂ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, 2 സ്ട്രിങ് ആക്കിയതിന് ശേഷം എക്സാക്റ്റ് ട്രൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാക്റ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ട് അത് കേളി ബേസിസിനകത്തായിട്ട് കൊടുത്തിരുന്നത്.
എക്സാക്ട് എന്ന് പറയുന്നത് കേളി ബ്രേസസിനകത്ത് ഇട്ട് കൊടുക്കുക. ആ ഓക്കെ. ആ കേളി ബ്രേസസ് ഓപ്പൺ ആക്കിയിട്ടില്ല, അതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഡോട്ട് കഴിഞ്ഞിട്ട് 2 സ്ട്രിങ് കഴിഞ്ഞിട്ട് ഒന്ന് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അത് കോമ ഇട്ട് കൊടുക്കണ്ടേ, കോമയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്യും. ഓക്കെ, സെറ്റില്ല. ഇനി എന്താ, അത് ട്രൂ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എറർ മെസ്സേജ് ഒന്നും കൂടെ എടുത്തണം. ഇതാണോ? എറർ മെസ്സേജ് സ്ട്രിക്റ്റ് മോഡ് വയലേഷൻ അല്ല വന്നേ. അപ്പം എനിക്ക് ഒന്ന് കിട്ടണം. ഒന്ന് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്ത് കൊടുത്ത് nth of 1 റൺ ചെയ്ത് കൊടുത്തണം. ഓക്കെ, ഇപ്പോഴും സെയിം ആണ്. 2 എലമെന്റ് എനിക്ക് ഇയറിന്റെ അവിടെ തന്നെ സ്ട്രിക്റ്റ് മോഡ് വയലേഷൻ വരികയാണ്. എന്താണ് ഇയർ ഗെറ്റ് ടു സ്ട്രിങ് ആക്കിയില്ല, അവിടെ സ്റ്റാർട്ടിങ് എനിക്ക് അവിടെ തൊട്ട് എനിക്ക് സ്ട്രിക്റ്റ് മോഡ് വയലേഷൻ. അത് അതെ അതെ. അപ്പൊ ഇയറിനെയും ജസ്റ്റ് എക്സാക്ട് ട്രൂ കൊടുത്തേക്ക്. ഞാനത് കൊടുത്തു, ബട്ട് സ്റ്റിൽ എനിക്ക് നോക്കട്ടെ. അത് ഓരോരുത്തർ കൊടുത്ത ഇയറിനനുസരിച്ചാണ് കിട്ടുന്നത്. ശ്രീജ്യോതി 2026 കൊടുത്തത് കൊണ്ട് അത് ഈ കേസിൽ വർക്കായി. നോക്കാം നമുക്ക്. എനിക്കിപ്പോൾ അതിനകത്ത് എക്സാക്ട് ട്രൂ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡോട്ട് ഫസ്റ്റ് കൊടുത്ത്, അതായത് ഇപ്പോൾ 2 എലമെന്റ് വന്നൊന്നല്ലേ പറയണേ, 1ഉം 1ഉം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ബ്ലൂ ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലിക്കിന് മുന്നേ ഡോട്ട് ഫസ്റ്റ് കൊടുത്ത് ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് ക്ലിക്കായോടാ? ക്ലിക്കായി തോന്നുന്നു. ഒന്ന് പോസ് ചെയ്ത് കൊടുത്ത് ക്ലിക്കായി, പാസ്സായിട്ടുണ്ട്. ഇതിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരോടൊന്ന് പറഞ്ഞോടാ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആയിരിക്കും കിട്ടിയോ? ഇല്ല നിഷ, എനിക്ക് ഗ്രൂപ്പ് എന്ത് പ്രശ്നമാണ്. നോക്കാം. ഇത് ഓരോരുത്തരുടെ ഡേറ്റിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ 2025 ആയിരുന്നു കൊടുത്തിരുന്നത്. അത് കറക്റ്റ് അതിൽ തന്നെയാണ്. അപ്പൊ ഒന്നും ക്ലിക്ക് ചെയ്യണ്ട. അപ്പൊ എന്ത് ചെയ്യും, എക്സാക്ട് ട്രൂ, അത് കറക്റ്റ് ആണ്. എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. പേജ് ഡോട്ട് ലൊക്കേറ്റിനകത്ത് മന്ത് ഏതായിരുന്നു അവിടെ കൊടുത്തത്? മന്ത് 1 എന്നും പറഞ്ഞു കൊടുത്തിരുന്നത്. മന്ത് 1 കൊടുത്തു. 1 - 1 എന്ന് പറയുമ്പോൾ 0th ഇൻഡെക്സിലുള്ളത് കിട്ടും. ഓക്കെ, എടുത്തേണം. എറർ മെസ്സേജ് ഒന്ന് കാണിച്ച്. സ്ട്രിക്റ്റ് മോഡ് വയലേഷൻ 2025 എക്സാക്ട് ട്രൂ റിസോൾവ് 2 എലമെന്റ് 5-നകത്ത്. അപ്പൊ ഇവിടെ ഡോട്ട് ഫസ്റ്റ് കൊടുത്താൽ ശരിയാവോ? കൊടുത്ത് നോക്കിയാടാ. ഫസ്റ്റ് കൊടുത്തേ, അതിന് 2 എലമെന്റ് ഉണ്ട്. അതിനകത്ത് നിന്ന് ആദ്യത്തെ എലമെന്റിനെ ഗെറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു. രണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കിപ്പോഴും ഇത് ഫസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെ? നോക്കാം. അതായത് ഇതിനകത്ത് 2 എലമെന്റ് റിസോൾട്ട് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, 2 എലമെന്റ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അതെടുത്ത എറർ മെസ്സേജ് എടുത്ത ഇതില്ലടാ, ഇത് റിപ്പോർട്ട്. ഓക്കെ, റിപ്പോർട്ട് 1 സെക്കൻഡ് നമ്മുടെ ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്, ടാർഗറ്റ് പേജ് കോൺടെസ്റ്റ് ബ്രൗസർ ഹാസ് ബീൻ ക്ലോസ്ഡ്, വെയിറ്റിംഗ് ഫോർ പേജ്. ഇപ്പൊ സ്ട്രിക്റ്റ് മോഡ് മാറിയിട്ട് ഇപ്പോ വേറെ വന്നു, പേജ് ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് വന്നു.
waiting to element to be visible, stable, non-visible, retrain, click action. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോപ്പി പ്രോംപ്റ്റ് ഞാൻ പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് തന്നെയുള്ള പ്ലേ റൈറ്റിനകത്ത് നമുക്കൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളതാണ്. പ്ലേ റൈറ്റിൽ തന്നെയുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ AI ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. AIയുടെ ഒരു ഇതാണ്. അതായത് നമ്മൾ ഇതിന്റെ എറേഴ്സ്, നമുക്ക് ചില സമയത്ത് എറേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ആവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ റിപ്പോർട്ടിനകത്ത് കോപ്പി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൊത്തം ഒരു സ്നാപ്ഷോട്ടും നമ്മുടെ ഒരു കോഡും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് നമുക്ക് തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് ആ ഇതെടുത്തിടാം, നമ്മുടെ റിപ്പോർട്ട് എടുത്ത് കുഴപ്പമില്ല, റിപ്പോർട്ട് ഇവിടുന്ന് തന്നെ എടുക്കായിരിക്കും അല്ലേ റിപ്പോർട്ട്? ഇത് ചെയ്താൽ മതി. എന്താ പറയാ, എന്തായിരുന്നു NPX ഷോ പ്ലേ റൈറ്റ് എന്തോ വരുന്നല്ലോ ഒരു കോഡ്. ഓക്കെ, ഇതെടുത്ത് അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് കണ്ടോ കോപ്പി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ മുകളിൽ. ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ട് കോപ്പൈലറ്റിലോ ചാറ്റ് GPTയിലോ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് കാണാം കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്തേക്കുന്നത്, ഏത് ലൈനിലാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത് എന്നുള്ളത് ഒരു ഇത് കിട്ടും നമുക്ക്. ഓക്കെ, അത് ലോഡാവട്ടെ. നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അതെന്തുണ്ടാവുക, ഈ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി ഉണ്ടാവുക. നമുക്ക് കുറച്ചും കൂടെ എളുപ്പം പ്ലേ റൈറ്റിന്റെ ഒരു ഫീച്ചറും കൂടെയാണ്, അതൊരു ടോപ്പിക്കും കൂടെ ആയിരുന്നു. ഇത് ആക്ച്വലി എടുത്തത് എങ്ങനെയാ? കോപ്പി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഈ ടെർമിനലിൽ നിന്ന് എന്താ പറയാ ഷോ ചെയ്യാം. നമ്മുടെ റിപ്പോർട്ട് ഷോ ചെയ്യാൻ ഒരു കമാൻഡ് ഇല്ലേ, NPX ഷോ എന്തായിരുന്നു അത്, അവർ തന്നെ എഴുതി കാണിക്കുമല്ലോ, NPX ഷോ HTML റിപ്പോർട്ട്. എറർ വരികയാണെങ്കിൽ ഇങ്ങനെ എറർ വരികയാണെങ്കിൽ കൺട്രോൾ ക്ലിക്ക് കൊടുത്താൽ എറർ ഇല്ലെങ്കിൽ NPX ഷോ HTML റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വരും. അപ്പൊ അതിനകത്ത് വരും ബൈ ദ ടെസ്റ്റ്, ഇതിന് സൊല്യൂഷൻ കാണിച്ചു തരും. റിസോൾവ് THP നോട്ട് ക്ലിക്കബിൾ EXL the switch header not visible clickable current view so keep it retry while true loop never update. Okay, year range എന്ന് പറയുന്നത് read once get by text അല്ലേ, ടെക്സ്റ്റ് കണ്ടന്റിന് പകരം get by text കൊടുക്കണം എന്നാണ്. അല്ലടാ, നമ്മൾ ആ ഡീക്കേഡ് ചേഞ്ച് ഡീക്കേഡ് ക്ലിക്ക് ചെയ്യുന്നില്ലെന്നാ പറയുന്നത്, അതല്ലേ പറഞ്ഞത്? സ്റ്റെപ്പ് ബൈ വായിച്ച് ഇയർ റേഞ്ച് ഈസ് അതെടുത്തേടാ, ലൂപ്പിനകത്തേക്ക് കയറിയിട്ട് ഇയർ റേഞ്ച് ഈസ് റീഡ് വൺസ് ബട്ട് യു നെവർ ക്ലിക്ക് പ്രീവിയസ് ഓർ അത് ടു ചേഞ്ച് ദ ഡീക്കേഡ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ 2025 അല്ലേ കൊടുത്തത്, സോ ആ സെയിം റേഞ്ചിൽ തന്നെ ആണല്ലോ. If the target year were outside the range, this will infinite loop. Correct approach click ഇതാണ് ഫിക്സഡ് കോഡ്. അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കാം. നമ്മുടെ കോഡ് എടുക്കും, ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ എനിക്കിപ്പോ ഇതിപ്പോ എന്തായിരിക്കും എനിക്ക് കിട്ടിയേക്കുന്നത്, നമ്മുടെ കോഡ് എടുത്താണോ, നമ്മുടെ കോഡ് എടുത്ത എവിടെയാ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണം. അപ്പൊ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുക്കണം. ബ്രേക്ക് കഴിഞ്ഞിട്ട് വേണം എവിടെ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇഫ് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഇതിനകത്ത് ഏത് ക്ലിക്ക് ചെയ്യണം, പ്രീവിയസ് ആണോ ക്ലിക്ക് ചെയ്യേണ്ടത്, മറ്റേതാണോ ക്ലിക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാ ഞാൻ നോക്കട്ടെ. എനിക്കിപ്പോ കിട്ടിയേക്കുന്നത് ആ ഒരു റേഞ്ച് ആണ്, അതിന്റെ രണ്ടിന്റെ ഉള്ളിലാണോ എന്നുള്ളത് കിട്ടി. ഓക്കെ, അല്ല ശ്രീജ്യോതിക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഇത് കിട്ടി. നോക്കാം നമുക്ക്. ഇത് ഓരോരുത്തർ സെലക്ട് ചെയ്ത ഇയറിനനുസരിച്ചിരിക്കും. ജസ്റ്റ് ഇഫ് കൊടുക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം ആദ്യം. പ്രീവിയസോ ഏതെങ്കിലും ഒരെണ്ണം, അതിനൊന്ന് ലൊക്കേറ്റ് ചെയ്തടാ. പ്രീവിയസ് ബട്ടൺ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത്, പ്രീവിയസോ അല്ലെങ്കിൽ ബാക്ക്വേർഡോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ലൊക്കേറ്റ് ചെയ്ത്, അതിനെ ലൊക്കേറ്റ് ചെയ്ത്
ഇത് എന്താണ് അതിന്റെ ക്ലാസ് ക്ലാസ് നെയിം? പീഡിയസ് ഡേറ്റ് പിക്കർ ഇയർ. 5 എലമെന്റ് ഉണ്ട്. നമ്മൾ അത് ഇതേപോലെ എടുത്താൽ പോലെ ഡേറ്റ് പിക്കർ ഇയേഴ്സിന്റെ അകത്തുനിന്ന് TH ഡോട്ട് പ്രിവ് അങ്ങനെ എടുത്താൽ പോരെ. ഇത് രണ്ടും കൊടുക്കുമ്പോൾ ഒരു എലമെന്റ് വരുന്നുള്ളൂ. ഡേറ്റ് പിക്കർ ഇയറിനുള്ളില് പ്രീവിയസ്. അപ്പൊ അങ്ങനെ കൊടുക്കാം നമുക്ക്. അയ്യോ എനിക്ക് അടുത്ത ബാച്ച് കാണണം. ഒരു കാര്യം ചെയ്യാം, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോക്ക്. ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നോക്ക്, എന്നിട്ട് നാളേക്ക് ഇത് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ നോക്കിയിട്ട് ഒരുമിച്ചിരുന്ന് നോക്കാം. എനിക്ക് അടുത്ത ബാച്ച് തുടങ്ങാൻ ടൈമായി. ഓക്കെ ഞാൻ നോക്കിയിട്ട് ശരി, നാളെ കാണാം. ഓക്കെ നാളെ നമുക്കിത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ ശരി, ബൈ.